അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ഇതുവരെ 265 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരണസംഖ്യ കൂടും എന്നാണ് സൂചന. 241 യാത്രക്കാരും പ്രദേശവാസികളും ഉൾപ്പെടെ ഉള്ളവർ മരണപ്പെട്ടിട്ടുണ്ട്. പ്രദേശവാസികളുടേത് ഉൾപ്പെടെയുള്ള ശരിയായ കണക്കുകൾ ഇനിയും പുറത്തുവരേണ്ടതുണ്ട്. 241 പേർ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുമ്പോൾ അതിൽ 229 യാത്രക്കാരും 12 ക്രൂ അംഗങ്ങളും ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ വിമാനം തകർന്നു വീണ മെഡിക്കൽ കോളേജിലെ 10 വിദ്യാർത്ഥികൾ മരിച്ചിട്ടുണ്ട്. ഇവർ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന വിദ്യാർത്ഥികൾ ആണ്. മരിച്ചവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള DNA പരിശോധനകൾ ഇനി വേഗത്തിലാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അപകടം ഉണ്ടായ സ്ഥലം അടക്കം സന്ദർശിക്കുന്നുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ നേരത്തെ പ്രധാനമന്ത്രി സന്ദർശിച്ചു. ഉദ്യോഗസ്ഥ സംഘം ഇന്നും പരിശോധനകൾ തുടരുന്നുണ്ട്. കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവിൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഹമ്മദാബാദിൽ തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, ഇപ്പോൾ പ്രധാനമന്ത്രി അപകട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ നേരിട്ട് തന്നെ വിലയിരുത്തുന്നുണ്ട്. അപകടത്തെ സംബന്ധിച്ച നിലവിലെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ വിശദീകരിക്കുന്നുമുണ്ട്. ഇനി ഉന്നതതല യോഗങ്ങൾ ചേരാനിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലും യോഗം ചേരുന്നുണ്ടോ? എന്താണ് തുടർ നീക്കങ്ങൾ? അഭിലാഷ്, പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നുണ്ട്. ഇങ്ങനെ ഉന്നതതല യോഗമാണ് ചേരുന്നത്. കേന്ദ്ര വ്യോമയാന മന്ത്രി അടക്കമുള്ളവർ അവിടെയുണ്ട്. ഈ രംഗത്ത് ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്നത് കൃത്യമായി വ്യക്തമല്ല. എന്തായാലും DGCയുമായി ബന്ധപ്പെട്ട ഉന്നത ആളുകളും ഈ രംഗത്തെ വൈദഗ്ധ്യമുള്ള ആളുകളുമൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടാവും. അന്വേഷണം ഏത് തരത്തിലേക്കുള്ള അന്വേഷണം വേണം, ഏതെല്ലാം അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കണം, അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ UK ഒക്കെ അന്വേഷണ ഏജൻസികളുടെ സഹായം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെല്ലാം സ്വീകരിക്കണം, ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് ശാസ്ത്രീയവും കുറ്റമറ്റതും വിശ്വാസയോഗ്യവുമായ ഒരു അന്വേഷണമാണ് ആവശ്യം. അത്തരമൊരു അന്വേഷണത്തിന് വേണ്ടി ഇന്ത്യ ഏത് തരത്തിലുള്ള അന്വേഷണം നടത്തണം എന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ തീരുമാനം ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. UK എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് ഇപ്പോൾ ഇന്ത്യക്ക് ഔദ്യോഗികമായി തന്നെ ഇന്ത്യയുടെ അന്വേഷണവുമായി സഹകരിക്കാം, അവരുടെ വിദഗ്ധരെ സംഘത്തെ അയക്കാം എന്നത് അറിയിച്ചിട്ടുണ്ട്. US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും ഔദ്യോഗികമായി തന്നെ അന്വേഷണ സംഘത്തെ അയക്കാം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരം അന്വേഷണ സംഘങ്ങൾ ആരുമായിട്ടെല്ലാം സഹകരിക്കണം. കാരണം ലോകരാജ്യങ്ങളെ കൂടി ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ശാസ്ത്രീയവും കുറ്റമറ്റതും വിശ്വാസയോഗ്യമായ ഒരു അന്വേഷണമാണ് ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ആവശ്യം. അങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോൾ, വിമാന ദുരന്തമുണ്ടായ ലോകത്ത് തന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട വിമാന കമ്പനികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമാനമാണ് ഡ്രീം ലൈനർ. ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിമാനങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ അതിൻ്റെ മുൻഗണനയിൽ തന്നെയുള്ള ഒന്ന് തന്നെയാണ് ബോയിങ് 787 ഡ്രീം ലൈനർ എന്ന് പറയുന്നത്. ആ ഡ്രീം ലൈനറിൻ്റെ 8 ശ്രേണിയിൽപ്പെടുന്ന വിമാനമാണ്. ഈ വർഷത്തെ വിമാനത്തിന് 12 വർഷം മാത്രം പഴക്കമുള്ള ഒരു വിമാനമാണ്. അത്തരം ഒരു വിമാനം തകർന്നു വീഴുക എന്ന് പറഞ്ഞാൽ, നിലവിൽ തന്നെ 1189 വിമാനങ്ങൾ ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എയർ ഇന്ത്യയുടെ ഈ മാത്രം 27 വിമാനങ്ങൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആകെ വിമാനങ്ങളുടെ എണ്ണം ഇതിലും കൂടുതൽ വരും. ഇനി ഓർഡറുകളുടെ എണ്ണം അതിലും കൂടുതലാണ്. ഇപ്പോഴും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമാനമാണ് എന്നത് ആലോചിക്കണം. ഇരട്ട എഞ്ചിനുള്ള ലോകത്ത് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഇന്നലെ ഉച്ചവരെ ഈ വിമാനം നിർമ്മിച്ച് ആദ്യമായി പുറത്തിറക്കി 14 വർഷത്തിന് ശേഷം ഇന്നലെ ഉച്ചവരെ ഒരു അപകടം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, ആകാശത്ത് വെച്ച് എന്ത് യന്ത്ര തകരാറുണ്ടായാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും പരിഹരിക്കാൻ ബദൽ സംവിധാനങ്ങളുള്ള ഒരു വിമാനമാണ്. ഈ വിമാനത്തിന് ഇരട്ട എഞ്ചിൻ എന്ന് പറയുമ്പോൾ, ഒരു വിമാനത്തിന് ഒരു എഞ്ചിൻ തകരാറ് വന്നാൽ അടുത്ത എഞ്ചിൻ കൊണ്ട് അടുത്ത ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുക എന്നതല്ല. ഇതിന് 15,000 അടി ഉയരത്തിൽ വരെ ഉയർന്നു പറക്കാനും അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പറക്കാനും ഒക്കെ ശേഷിയുള്ള എഞ്ചിൻ കൂടിയാണ് ഈ വിമാനത്തിനുള്ളത്. അത്രത്തോളം അതിശക്തമായ ഒരു വിമാനമാണിത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ വിമാനത്തിൻ്റെ എഞ്ചിന് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും സാങ്കേതിക തകരാറുണ്ടെങ്കിൽ അത് ഓട്ടോ ഡിറ്റക്റ്റിംഗ് സംവിധാനം അടക്കം ഈ വിമാനത്തിലുണ്ട്. വിമാനം തന്നെ ഈ എന്താണ് തകരാറ് എന്നത് ഓട്ടോമാറ്റിക്കായി കണ്ടെത്താനുള്ള സംവിധാനം കണ്ടെത്തിയതിൽ ഏതെങ്കിലും സാങ്കേതിക തകരാറുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അത് കണ്ടെത്താനും അത് പരിഹരിക്കാനും, ഇന്ന സാങ്കേതിക തകരാറാണ് ഉണ്ടായിരിക്കുന്നത് എന്നതൊക്കെ ചൂണ്ടിക്കാണിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ കൃത്യമായുള്ളൊരു വിമാനമാണ്. ബോയിങ്ങിനും വിമാന കമ്പനിക്കും അത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും അതിനൊക്കെ അപ്പുറത്തേക്ക്
പൈലറ്റുകൾക്ക് എവിടെയോ എന്തോ സംഭവിച്ചിരിക്കുന്നു. ഇനി അത് എന്താണ് എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ പ്രാഥമികമായി DGCയുടെ ഭാഗത്തു നിന്ന് വന്ന ഔദ്യോഗിക വിശദീകരണം എന്ന് പറയുന്നത് ബേർഡ് ഹിറ്റ് എന്നുള്ളതാണ്. പക്ഷി വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളുടെയും ഇടിച്ചിട്ടുണ്ട്. 2 എഞ്ചിനുകളിലെ പ്രൊപ്പല്ലറുകളുടെ പ്രവർത്തനം പൂർണ്ണമായി നിന്നു. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെങ്കിൽ പോലും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഒരേ സമയം തന്നെ 2 എഞ്ചിനുകളുടെയും പ്രൊപ്പല്ലറുകൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമാവുക എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തനരഹിതമായാൽ എഞ്ചിൻ പ്രവർത്തനം നിൽക്കും, പവർ അവസാനിക്കും. പവർ അവസാനിച്ച് കഴിഞ്ഞാൽ വിമാനത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീഴുക എന്നതിനപ്പുറത്തേക്ക് വിമാനത്തെ മുകളിൽ പിടിച്ചു നിർത്താൻ ആവശ്യമായ പവറില്ലെങ്കിൽ താഴേക്ക് വീഴുക എന്നത് മാത്രമാണ് വഴി. പക്ഷേ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്നതുകൂടി ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊന്ന് ഈ പുറത്തു വന്ന ദൃശ്യങ്ങൾ വെച്ചുള്ള വിശദീകരണങ്ങളാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പക്ഷി ഇടിക്കുന്ന ഒരു വിഷ്വൽ എവിടെയും അങ്ങനെ കാണുന്നില്ല. ഇനി അത് വിഷ്വൽ പെടാതെ പോയി ഈ പക്ഷികൾ ഇടിച്ചാണ് എങ്കിൽ പോലും സ്വാഭാവികമായും ആ എഞ്ചിനിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ഭാഗത്ത് ഈ പുകയും തീയും ഒക്കെ കാണേണ്ടതാണ്. അങ്ങനെയൊന്നും അതിൽ എവിടെയും കാണുന്നില്ല. ഒരു എഞ്ചിന് തകരാറ് വന്നോ അങ്ങനെ വിമാനം ഏതെങ്കിലും ചരിവുണ്ടാവുകയോ അങ്ങനെയൊന്നും വിമാനത്തിൽ കാണുന്നില്ല. ഒരു നേർരേഖയിൽ തന്നെയാണ് വിമാനം സഞ്ചരിക്കുന്നതും തകർന്നു വീഴുന്നതും താഴെ വീണ് വിമാനം തകർന്ന് അത് തീഗോളമായി മാറുന്നതുമെല്ലാം. അപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള പല പല സാധ്യതകളിലേക്കാണ് പോകുന്നത്. ഒന്നും ഏതെങ്കിലും തരത്തിലൊരു അട്ടിമറി സാധ്യതയൊന്നും ഇപ്പോൾ ഇന്ത്യ എവിടെയും കാണുന്നില്ല. അത്തരം ചില സംശയങ്ങളൊക്കെ ചില ഉന്നയിച്ചെങ്കിലും അതിനുള്ള പ്രാഥമികമായ ഏതെങ്കിലും വിദൂരമായ സൂചനകൾ പോലും അങ്ങനെയൊന്നും നിലവിലില്ല. പക്ഷേ സ്വാഭാവികമായും അന്വേഷണം നടക്കുമ്പോൾ അത്തരം കാര്യങ്ങളുമൊക്കെ അന്വേഷിക്കും. ഒന്ന്, യന്ത്ര തകരാർ ഉണ്ടായിട്ടുണ്ടോ, പക്ഷി ഇടിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഒരു ഹ്യൂമൻ എറർ ഉണ്ടായതാണോ പൈലറ്റിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും 8300 മണിക്കൂർ വിമാനം പറത്തിയിട്ടുള്ള ഒരു പൈലറ്റാണ് ഇതിൻ്റെ ഒന്നാമത്തെ പൈലറ്റ് എന്ന് ഓർക്കണം. 1100 മണിക്കൂർ വിമാനം പറത്തിയിട്ടുള്ളതാണ് രണ്ടാമത്തെ പൈലറ്റ് എന്നത് ആലോചിക്കണം. ഈ 8200 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 342 ദിവസം തുടർച്ചയായിട്ടാണ് ഇയാൾ പറത്തെങ്കിൽ 342 ദിവസം ആകാശത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പൈലറ്റാണ്. അത് സാധാരണഗതിയിൽ ഒരു 4000, 5000, 7000 എന്നൊക്കെ പറയുന്നത് ഒരു പൈലറ്റിനെ, ഒരു എക്സ്പീരിയൻസ്ഡ് പൈലറ്റിനെ സംബന്ധിച്ച് വലിയ മണിക്കൂറുകളാണ്. അതെല്ലാം കടന്ന് അതിനപ്പുറത്തേക്ക് 8200 മണിക്കൂർ പറത്തിയിട്ടുള്ള പൈലറ്റായിരുന്നു ഇതിൻ്റെ ക്യാപ്റ്റൻ സുമിത് സബർവാൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് എയർ ഓഫീസർ. അദ്ദേഹം ക്യാപ്റ്റൻ ആവുന്നത് തന്നെ 5000 മണിക്കൂറിന് ശേഷമാണ്. ഇത്തരം വിമാനങ്ങളിലൊക്കെ ക്യാപ്റ്റൻ പദവി കിട്ടുന്നത്. അതിന് കിട്ടിയിട്ട് തന്നെ ഇത്ര കാലമായ ഒരു പൈലറ്റാണ്. ഫസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത് ക്ലൈവ് കുണ്ടർ ആയിരുന്നു. അദ്ദേഹം 1100 മണിക്കൂർ പറത്തിയിട്ടുള്ളതാണ്. അതും സാമാന്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള സെക്കൻഡ് പൈലറ്റാണ് ഇതിലുണ്ടായത്. അദ്ദേഹമാണ് മെയ്ഡേ സന്ദേശം നൽകിയത്. മെയ്ഡേ സന്ദേശം എന്ന് പറയുന്നത് വിമാനത്തിന് അപകടമുണ്ടായി, ഇനി ഒന്നും ചെയ്യാനില്ല, ഏറ്റവും അപകടത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുകയാണ്, അപകടം മുൻപിൽ നിൽക്കുമ്പോൾ പൈലറ്റിന് ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള തരത്തിൽ ഇനി എന്തെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ഒരു സന്ദേശമാണ്. ആ സന്ദേശം നൽകി എന്താണ് സന്ദേശത്തിന് കുഴപ്പം എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു സമയം പോലും എടുത്തില്ല. 30 സെക്കൻഡിനുള്ളിൽ തന്നെ വിമാനം തകർന്നുണ്ട്. സന്ദേശം നൽകിയെന്ന് പറയാം എന്ന് മാത്രം. സാധാരണഗതിയിൽ സന്ദേശം വന്നാൽ ആ സന്ദേശത്തിൽ എന്താണ് സാങ്കേതിക തകരാറെന്നത് പരിശോധിച്ച് താഴെ നിന്ന് തന്നെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പൈലറ്റിന് നിർദ്ദേശം നൽകി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളുണ്ട്. ഓട്ടോ പൈലറ്റ് ഇല്ലെങ്കിൽ മാറ്റാനും ഒക്കെയുള്ള അങ്ങനെ പല പല സംവിധാനങ്ങൾ വിമാനത്തിലുണ്ട്. ചില സാങ്കേതിക തകരാറൊക്കെ താഴെ കൺട്രോൾ ഓഫീസിൽ നിന്ന് പരിഹരിക്കാവുന്നതാണ്. മറ്റു ചില സാങ്കേതിക തകരാർ പൈലറ്റിന് പരിഹരിക്കാവുന്നതാണ്. ചില ഓപ്ഷനുകളിലേക്ക് മാറ്റി വിമാനം തന്നെ പരിഹരിക്കുന്നതൊക്കെയാണ്. അത്തരത്തിലേക്കുള്ള ഒന്നിനും സമയം ലഭിച്ചില്ല എന്ന് വേണം കരുതാൻ. 30 സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയത്തിനുള്ളിൽ വിമാനം തകർന്നു വീണു എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ഇനി അത്തരമൊരു അന്വേഷണത്തിലേക്കാണ് നീങ്ങുന്നത്. എന്തായാലും ഇന്ത്യ അതീവ ഗൗരവത്തോടു കൂടിയാണ് വിഷയത്തെ തീർച്ചയായും കാണുന്നത്.